ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. ഇന്ന് ദീപാവലിയോടനുബന്ധിച്ച് ചിരാതുകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുകയാണ്. കുറേ പഴയ ചിരാതുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് പുതിയ കുറച്ച് ചിരാതും കൂടെ വാങ്ങി. കുറച്ചൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് പൊട്ടി പോകുമല്ലോ നമ്മൾ. കഴിഞ്ഞ വർഷത്തേക്ക് അതിൻ്റെ അങ്ങേ വർഷത്തേക്ക് കുറച്ചൊക്കെ പൊട്ടിയതൊക്കെ ആയിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ പുതിയ കുറച്ച് ചിരാത് വാങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. മഴയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരുപാട് വിളക്കൊന്നും കത്തിച്ച് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഒരു കുറച്ചെങ്കിലും കത്തിച്ച് വെക്കണമെന്നൊരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും മഴയ്ക്ക് അല്പം മഴയുടെ ഇടയ്ക്കിടയ്ക്കുള്ള പെയ്ത്തൊക്കെ ഉള്ളൂ. എന്നാലും ആ 4 മണി 5 മണി സമയത്ത് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ചാറിയായിരുന്നു. ഇനി വിളക്കൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ നന്നായിട്ട് കുളിച്ച് റെഡിയൊക്കെ ആയി സാരിയൊക്കെ ഉടുത്ത്. ദീപാവലി ആയ നമ്മുടെ മഹാലക്ഷ്മിയാണല്ലോ സങ്കല്പം. കൂടുതലും മഹാലക്ഷ്മിയെ എതിരേക്കുക എന്നുള്ളതാണ് ദീപാവലിയുടെ അന്ന് ദീപമൊക്കെ കൊടുത്ത്. പിന്നീട് ശ്രീരാമനും സീതയും അയോധ്യയിലേക്ക് വരുന്ന ദിവസം എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുകയല്ലേ. അന്നേരം ദീപാവലി എല്ലാവരും നമ്മളും നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വേണം ദീപാവലി വിളക്കൊക്കെ കത്തിച്ച് വെക്കാനെന്നൊക്കെയാണ് ഐതിഹ്യം. അങ്ങനെ ഞാനും റെഡിയായി ദീപാവലിയുടെ വിളക്കൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇടാൻ നോക്കുകയാണ്. പെട്ടെന്ന് സന്ധ്യയാവും. ഇപ്പം 5:30 5:45 ആകുമ്പോൾ തന്നെ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ പെട്ടെന്ന് സന്ധ്യയാവും. പിന്നെ എല്ലാത്തിനും നമ്മൾ തനിയെ ചെയ്യേണ്ടതുകൊണ്ട് ഞാനും അതൊക്കെ എളുപ്പം ചെയ്യുകയാണ്. അങ്ങനെ മഴയൊക്കെ തോന്നുന്ന സമയത്തിന് വീട്ടിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു 5:30 5:45 കഴിഞ്ഞപ്പോൾ തന്നെ വിളക്ക് കൊളുത്തി. 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചിരാതൊക്കെ നിരത്തി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം നേരത്തെ തന്നെ വിളക്കൊക്കെ കൊളുത്തി. മഴക്കോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് മുറ്റത്തൊക്കെ വിളക്ക് കത്തിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ വീടിനുള്ളിൽ തന്നെ കത്തിച്ച് വെക്കാമെന്ന് കരുതി. വീടിൻ്റെ ആ കൈവരികളിലൊക്കെ നമുക്ക് കുറച്ച് വിളക്കൊക്കെ കൂടെ കത്തിച്ച് വെക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ വെക്കുകയാണ്. അല്ലാതെ നമ്മൾ മുറ്റത്തോട്ടൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേനും മൊത്തവും മഴത്തുള്ളി വീണങ്ങ് അണഞ്ഞ് പോകും. അതുകൊണ്ട് അങ്ങനെ ആദ്യം വിളക്ക് കൊളുത്തി പൂജാമുറിയിലെ വിളക്കൊക്കെ കൊളുത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദീപാവലിയുടെ വിളക്കുകൾ കൊളുത്താനായിട്ട് തുടങ്ങുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ചിരാത് കത്തിക്കുന്നത്. എത്ര ചിരാത് കത്തിച്ചാലും എനിക്ക് അത്രയും സന്തോഷമാണ്. ഇപ്രാവശ്യം അത്രയ്ക്ക് തോനെയും കത്തിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും എന്നെക്കൊണ്ട് ഒരു പരമാവധി നമ്മൾ വീടിന് ചുറ്റുമൊക്കെ കത്തിച്ച് വെക്കാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വിളക്കുകളായിട്ട് കത്തിച്ച് വെക്കുകയാണ്. ഇതിന് പല ഐതിഹ്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ചിരാത് കത്തിച്ച് വെക്കുന്നതിന് ഓരോ ഐതിഹ്യം. ശ്രീരാമനും സീതയും കൂടെ അയോധ്യയിലേക്ക് തിരിച്ച് വനവാസത്തിന് ശേഷം 14 വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് അയോധ്യയിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതായിട്ടാണ് ഒരു ഐതിഹ്യം പറയുന്നത്. പിന്നീട് മഹാലക്ഷ്മിയെ വരവേൽക്കുന്നതും ആയിട്ടാണ് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ദീപാവലിക്ക് വലിയ പ്രാധാന്യമില്ല. എങ്കിലും കുറേ പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കുമെന്നല്ലാതെ ചിരാതിൽ വിളക്കൊക്കെ കൊളുത്തി വെക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാർത്തികയ്ക്കാണല്ലോ നമ്മൾ കൂടുതലും ഒരുപാട് വിളക്കൊക്കെ എല്ലാ വീടുകളിലും കത്തിച്ച് വെക്കുന്നത്. വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ്. ദീപാവലിക്ക് നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കുന്നത് ഞങ്ങളുടെ പരിസരത്തൊക്കെ ഉള്ളൂ. പക്ഷേ കാർത്തികയ്ക്ക് മിക്കവാറും എല്ലാവരും നിറച്ച് വിളക്ക് കത്തിച്ച് വെക്കും. അതിനിപ്പം വൃശ്ചിക മാസത്തിലാണ് കാർത്തിക വരുന്നത്. പിന്നീട് പടക്കമൊക്കെ എല്ലാവരും കഴിഞ്ഞ 2 ദിവസമായിട്ട് തന്നെ തകർത്ത് പടക്കം പൊട്ടിക്കുന്നുണ്ട്. പടക്കത്തിനൊക്കെ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് പടക്കമൊന്നും കത്തിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കൂടുതലും ഇതേപോലെ ചിരാത് കത്തിച്ച് വെക്കുന്നതിനാണ് താല്പര്യം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പടക്കമൊക്കെ വാങ്ങി കത്തിച്ച് അതിൻ്റെ ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരും ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിരാതൊക്കെ കത്തിച്ച് വെച്ച് വിളക്കൊക്കെ കൊളുത്താമെന്ന് കരുതി അതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം വിളക്ക് അവിടെ കത്തിച്ച് വെക്കും. അവിടെ വെക്കുമ്പോൾ അധികം മഴ നനയത്തില്ലല്ലോ. തുള്ളിയായിട്ട് വെള്ളം വീഴാത്തത് കൊണ്ട് അവിടെ നന്നായിട്ട് കത്തിയിരിക്കുന്നുണ്ട്.
നന്നായിട്ട് കത്തിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ദീപാവലിയുടെ ഒരു സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് ദീപങ്ങളുടെ ഒരു കൂട്ടമാണല്ലോ. എത്രത്തോളം ദീപങ്ങൾ കത്തിച്ച് വെക്കുന്നോ അത്രയും നല്ലതായിട്ടാണ് കരുതുന്നത്. പിന്നെ മഹാലക്ഷ്മി, മഹാവിഷ്ണു എല്ലാ ഭഗവാന്മാർക്കും നമ്മൾ പ്രത്യേകം പ്രത്യേകം നെയ്വിളക്കൊക്കെ കത്തിച്ച് വെക്കും. പിന്നീട് 5 തിരിയിട്ട നിലവിളക്ക് കത്തിക്കും. ഇതൊക്കെയാണ് ഞാൻ ദീപാവലിക്ക് ചെയ്യുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാ വിളക്കുകളും കൊളുത്തി വെച്ചപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു. സന്ധ്യാസമയത്ത് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കണ്ടു കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. മുകളിലോട്ടൊക്കെ മുകളിലത്തെ നിലയുടെ അവിടെ കൈവരിയിലുമൊക്കെ കത്തിച്ച് വെക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഒന്നും കത്തിച്ച് വെച്ചില്ല. ഇത്രയും താഴത്തെ നിലയിൽ മാത്രമേ കത്തിച്ച് വെച്ചുള്ളൂ. പിന്നെ ഓരോരുത്തർ വലിയ വിഭവസമൃദ്ധമായ സദ്യയും സ്വീറ്റ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിട്ടാണ് ദീപാവലി കണക്കാക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ഓണം പോലെയാണ് അവർ ദീപാവലി. എല്ലാ ബന്ധുക്കളും ഒക്കെ വരും. അതുപോലെ ഒരുപാട് സ്വീറ്റ്സും ഗിഫ്റ്റുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ആര് വീട്ടിൽ വന്നാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെയാണ്, അതുപോലെ സ്വീറ്റ്സ് കൊടുക്കണമെന്നൊക്കെയാണ്. ഇവിടെ നമുക്ക് മലയാളികൾക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് അത് ദീപാവലി ഇത്രയൊക്കെ ഉള്ള ആഘോഷമേ ഉള്ളൂ. അതുപോലെ ഭഗവാന് നല്ല നിവേദ്യങ്ങൾ, സ്വീറ്റ്സ്, അട, പാല്, പായസം, പാൽപ്പായസം എല്ലാം നിവേദിക്കുകയൊക്കെ ചെയ്യും വടക്കേ ഇന്ത്യയിൽ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. എന്നാലും ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്, സന്തോഷമൊക്കെ തരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദീപാവലി ദിവസം. അതിൻ്റെ ഓർമ്മയായിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്കും ഇതൊക്കെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ ഏറ്റവും നല്ലതാണ് ദീപാവലിയോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരുക്കങ്ങളൊക്കെ. ഫസ്റ്റിൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് തുടച്ച് എല്ലാം ചെയ്തിട്ട് വേണം നമ്മളിത് ദീപാവലിയുടെ ഈ വിളക്കൊക്കെ കൊളുത്തി വെക്കുന്നതിന്. രാവിലെ മുതൽ നല്ല ജോലി ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്ത്. പക്ഷേ ഇങ്ങോട്ട് വിളക്ക് കൊണ്ടുവന്ന് വെക്കണമെന്നൊരു താല്പര്യത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. ഞങ്ങളുടെ താഴത്തെ വീട് കുടുംബ വീടുണ്ട്, അവിടെ കൊണ്ടുവെക്കും. പിന്നെ ഗേറ്റിൻ്റെ അവിടെയും 2-3 വിളക്ക് കൊണ്ട് വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ. എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് കുറേ നേരം മഴ തോന്നു നിന്നത് വളരെ നന്നായി. പിന്നീട് ആ ദീപക്കാഴ്ചകളുടെ ഇടയിലിരുന്ന് ഞാൻ 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതാണിത്. ഇപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലൊക്കെ പടക്കമൊക്കെ തകൃതിയായിട്ട് പൊട്ടിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആരവവും ഉത്സവവും പോലെയൊക്കെ ദീപാവലിയുടെ പടക്കമൊക്കെ പൊട്ടിച്ചാൽ എല്ലാം നല്ലതാണ്. അങ്ങനെ എല്ലാവരും ദീപാവലിയൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് കരുതുന്നു. എൻ്റെ ദീപാവലി ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു.